ഗിരിഗിരി, നീ തന്നെ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർമാരെ പോലെ ഇതെന്നെ കാണിക്കുവാ. പിള്ളേരെന്തേ? അത് മത്തായി കുഞ്ഞു പുറത്തു പോയിട്ട് വന്നിട്ടില്ല. ചക്കിമൂള അകത്തിരുന്ന് പഠിക്കുവാ. ആ അത് ശരി. നീ പോയി 2 ചായ ഇട്. എടാ ഗിരിഗിരിയെ, നീ എന്നെ ഈ ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നത് വല്ല കവിതയോ പറ്റാണോ? അയ്യേ, അങ്ങനെയൊന്നുമില്ല. എടാ ഒന്ന് വായിക്കടാ, ഒരു കവിതയല്ലേ. എടാ ഒരു കവിത 4 പേര് വായിച്ച് കേട്ടാലല്ലേ കവിത കവിതയാകത്തുള്ളൂ. ഒന്ന് വായിക്ക്. ഒരു നല്ല കവിത കേട്ടിട്ട് കാലം കുറയായി. ഓക്കെ ഫൈൻ. ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേര് വീണമത്തൻ. വീണമത്തനോ? അതെന്നാ മത്തനാടാ? ചേട്ടാ, ഈ കുമാരനാശന്റെ വീണ പോകുമെന്ന് കേട്ടിട്ടില്ലേ? ഇതാ ഞാൻ ചേട്ടായുടെ മുമ്പിൽ കവിതയൊന്നും ചെല്ലാത്ത. നിന്റെ ചേട്ടായിക്ക് കാലാന്ന് പറഞ്ഞാൽ കാള എന്നാ കേൾക്കുന്നത്. പിന്നെ നീ എന്തിനാ? നീ വായിക്ക. ദേ അവനെ കളിയാക്കാനാണ് ഇവിടെ ഇരിക്കണ്ട, എഴുന്നേറ്റു. നീ വായിക്കടാ. വീണമത്തൻ. മത്തങ്ങേ ഇളം മത്തങ്ങേ, നീ ഒറ്റയ്ക്കെന്തേ? മഴയത്തെ ഈ വഴിയോരത്തെ നീ തനിയേ എന്തേ? $6 നിന്റെ തലയ്ക്ക് വിലയായി നൽകിയ തിവരല്ലേ? ആരുമറിയാതെ ഹലോവീൻ പിറ്റേന്ന് ഗാർബേജിലെറിഞ്ഞതും ഇവരല്ലേ? ഓറഞ്ച് വർണ്ണം വാരിപ്പൂശിയ ഓമന മുഖം അവർ കീറി മുറിച്ചു. ചന്തമെഴും നിൻ നെഞ്ചിനകത്തു പന്തം പലതും കത്തിത്തെളിച്ചു. കൊച്ചേ, ചക്കിമോളെ, എന്നാ മോനെ? കൊച്ചിനും ശരിക്കും മലയാളം മനസ്സിലായി തുടങ്ങി. Daddy, there's a rat in my room. റാറ്റോ? There's a big illy. It ran on my feet and now it's behind the desk. എന്റെ മാനെ, ഇവിടെ എങ്ങും ഒരു എലിയില്ല, പൂച്ചയില്ല. കൊച്ചിന് തോന്നിയതായിരിക്കും. Daddy, ഇവിടെ ഉണ്ട്. അവന്റെ കാലിൽ കൂടി ഓടിയതാ. I don't want to stay in this room anymore. I'm scared. മോളൊരു കാര്യം ചെയ്യ്. ഇന്ന് രാത്രി മമ്മിയുടെ ഡാഡിയുടെ മുറി കിടന്നു കേട്ടോ. ഇറ്റ്സ് ഓക്കെ. Daddy, എലി വീട്ടിൽ വന്നല്ലേ പ്ലേ കുടിക്കുന്ന ഫ്രണ്ട്സ് പറയണേ. എന്റെ മാനെ, അതൊക്കെ കൊച്ചിന്റെ കൂട്ടുകാർ വെറുതെ പറയുന്നതാ. അങ്ങനെ പ്ലേഗ് പിടിക്കാനാണെങ്കിലുണ്ടല്ലോ, നാട്ടിലെ ഡാഡിയുടെ വീട്ടിലല്ലേ, കൊച്ചിന്റെ ഗ്രാൻഡ് ബായുടെ വീട്ടില് എന്തുമാത്രം എലിയുണ്ട് എൻ്റെ മാനെ. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്ലേഗും വന്നിട്ടില്ല, ഒന്നുമില്ല. ഇതൊക്കെ ആ ഗിരിഗിരി ഓരോ കഥ ഉണ്ടാക്കി പറയുന്ന. നിങ്ങളതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ആ സാറിന്റെ പട്ടിക്കുട്ടിയൊക്കെ ആയിട്ട് നടക്കാറിയാണോ? ഞാൻ നടക്കാൻ ഇറങ്ങിയ ഇവളെ എടുത്തില്ലെങ്കിൽ ഭയങ്കര കൊര. കുട്ടികൾക്ക് ഈയിടെയായി ഒരേ വാശി, പട്ടി വേണം പട്ടി വേണം. പട്ടിയെ വാങ്ങി തണുപ്പും തുടങ്ങി. ഇതിനെ നടത്താൻ കൊണ്ടുപോകാൻ ആരുമില്ല. കുട്ടികളുടെ അപ്പിവാരി കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ പട്ടിയുടെ അപ്പിവാരിലായി. ലവ്ലി. ആ ലവ്ലി, നല്ല പേരാ. സാറേ, ഇതിന് എന്നാ കഴിക്കാൻ കൊടുക്കണേ? ഇവർക്ക് ഡോഗ് ഫുഡൊന്നും ഇഷ്ടമല്ല. ഞാൻ വന്നിട്ട് സാമ്പാറും വെജിറ്റബിൾ സാലഡും കൊടുക്കുന്നത്. എൻ്റെ പൊന്ന് സാറേ, ഇതിന് വല്ല ഇറച്ചിയും മീനും വല്ലതും മേടിച്ച് കൊടുക്ക്. അല്ലെങ്കിൽ കള്ളന്മാർ വന്നു കഴിയുമ്പം ബാ ബാ ഇതും പറഞ്ഞായിരിക്കും ഇത് കുരക്കണേ. നീ അതങ്ങ് കൊടുപ്പണേ. പ്ലേഗിന് പകരം വല്ല പേയും കൂടെ പിടിക്കൂ നീ. അല്ല, ഇതന്നെ നീ വല്ല ഗരാജ് സെയിൽ നടത്താൻ പോകുന്നുണ്ടോ? ദേ ചക്കിമോള് പറഞ്ഞ ശരിയാ. ഈ വീട്ടിലൊരു എലിയുണ്ട്. ഞാൻ ആ കിച്ചൺ ക്യാബിനറ്റിൽ നോക്കിയപ്പോ അതിന്റെ അടി മുഴുവനെ എലിക്കാട്ടം കിടക്കുന്നു. അതിന് നീ ഈ സാധനങ്ങളെല്ലാം കൂടെ ഇവിടെ കൊണ്ട് വെച്ചേക്കണേ എന്തിനാ? കളയാന്. ഇതിന്റെ പുറത്തൂടെ ആ ജന്തു ഓടിയിട്ടുണ്ടോ ഇതേ കടിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. ഇനി ഇത് നിന്നുണ്ടോ നമുക്കാർക്കും അസുഖം വരണ്ട. എന്റെ റിൻസി, പാക്കറ്റ് പോലും പൊട്ടിക്കാത്ത ഈ സീരിയലൊക്കെ എടുത്ത് കളയേണ്ട കാര്യമുണ്ടോ? അഥവാ എലി ഇതിന്റെ മേത്തേക്കട നടന്നാലും നീ ഈ പാക്കറ്റ് തിന്നാൻ പോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാ? Mommy, I don't want any of it. Throw it all away. ആ എന്നാ ചെയ്യേ. അല്ല, എലി കാണാതെ വളർന്ന ഈ കൊച്ച് ഇത് പറഞ്ഞ എനിക്ക് മനസ്സിലാവും. മനുഷ്യക്കാൾ കൂടുതൽ എലിയുള്ള നാട്ടിൽ നിന്ന് വന്ന നീ ഇത് പറയുന്നത് കഷ്ടമാണ്. ചക്കിമോളെ, മര്യാദയ്ക്ക് കിടക്ക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നടുക്ക് കിടക്കണമൊക്കെ കൊള്ളാം. ഈ സർക്കസിലെ ട്രിപ്പീസുമാരുടെ കൂട്ട് കറങ്ങി തിരിഞ്ഞ് പള്ളക്ക് കയറി ചവിട്ടിയാക്കരുത്. മക്കളിങ്ങോട്ട് നീങ്ങി കിടക്കട. ഒരു ചെറിയ എലിയെ കണ്ടെന്നും പറഞ്ഞൊരു പേടി ചരണ്ട് വന്ന് കിടക്കണം. ഞാനിവിടെ എങ്ങും കണ്ടില്ല ഒരു എലിയെയും. അല്ല, അതിനിപ്പോൾ കൊച്ചിനെ പറഞ്ഞിട്ടെന്നാ കാര്യം? കൊച്ചിൻ്റെ മമ്മിക്കല്ലേ ഇതിലും പേടി. Daddy. Shh. Listen. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കപ്പ നട്ട് കഴിഞ്ഞാൽ എലി ഒരെണ്ണം ബാക്കി വെച്ചേക്കാൻ അടിച്ചിലിട്ട് എത്ര പന്നിയിലെ പിടിച്ചേക്കണു. ഇനി ആ ഒരു അമേരിക്കൻ എലി. അമ്പടാ.
Explain. Why does it stink in here? അത് ശരിയല്ലോ, ഇതന്നെ ഒരു നാറ്റം. എടാ അത് എലിക്ക് വേണ്ടി വെച്ചതാ. ചേട്ടാ വീട് നാറ്റിച്ച് എലിനെ ഓടിക്കാൻ പോകണം. എടാ അത് എലിയെ പിടിക്കാൻ ഇച്ചിരി ഉണക്കമീനെ ട്രാപ്പിനകത്ത് വെച്ചതാന്നേ. This is not a Kerala rat. It's an American rat. It won't eat onakamin. Don't worry. If American rat or Kerala rat, he will eat ഉണക്കമീൻ. If he born to a rat daddy, he definitely eat ഉണക്കമീൻ. മനസ്സിലായോ? നീ എപ്പോ നോക്കിയാലും ഈ ആപ്പിൾ തീറ്റയാണല്ലോടാ. ഈ ആപ്പിൾ മുഴുവൻ തിന്ന് നിനക്ക് വല്ല വയറ്റി സുഖം പിടിക്കും, ഞാൻ പറഞ്ഞേക്കാം. ചേട്ടാ ഈ കമ്പൊക്കെയായിട്ട് അതെന്റെ മുതുക് ചൊറിയാനാ. എനിക്ക് തോന്നുന്നത് ഇത് നാട്ടിൽ നിന്ന് വന്ന ഏതോ എലിയാന്നാ. ഭയങ്കര ബുദ്ധി. ഇത് കണ്ടോ, ആ ഉണക്കമീൻ വെച്ചിട്ട് അതിന്റെ ദശ മാത്രം തിന്നു. ആ മുള്ള അവിടെ വെച്ചിട്ട് അവൻ പോയി. ഇനി അപ്പച്ചന്റെ പെട്ടിയിലെങ്ങാനും കയറി പോന്നതാണോടി? അല്ല, ഈ ഉണക്കമീൻ വെച്ച് ഈ വീട് നാറ്റിക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാഴ്ചയായി ഞാൻ ധൈര്യമായിട്ട് എന്തേലും സാധനം എടുത്ത് വെളി വെച്ചിട്ട്. ദേ ഇത് കണ്ടോ, എലി കണ്ടിട്ട് പോയത് കണ്ടോ? അത് എലി കരണ്ടൊന്നും ആയിരിക്കുകയില്ല, നമ്മുടെ ഗിരിഗിരിങ്ങാൻ എടുത്ത് ചവച്ചായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇത് പന്നിയെലിയെ പോലെ ആണ്ട് വലിയ സൈസ് എലിയാണ്. അത് ഈ ട്രാപ്പിലൊന്നും കുടുങ്ങാത്തത്. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ പുറത്ത് പോയി ശകല എലിവേഷം മേടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് നീ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്ക്. ആ ഇഡ്ഡലിക്കകത്ത് ചേർത്ത് നമുക്ക് വീടിൻ്റെ മൂലയിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെക്കാം. എന്നിട്ട് വേണം പിള്ളേർ അതെടുത്ത് നിന്നിട്ട് ആശുപത്രിയിലെത്താൻ. നമ്മുടെ പിള്ളേരാ, അവർ പ്ലേറ്റിനകത്ത് ഇട്ട് കൊടുത്താൽ കഴിക്കുകയില്ല. പിന്നെ ആ വീടിൻ്റെ മൂല കിടക്കണം തിന്നാൻ പോണത്. പിന്നെ ഒന്ന് നോക്കിക്കോണം, അപ്പച്ചനെടുത്ത് മിഴുങ്ങാൻ നോക്കണം. ഭക്ഷണ സാധനം കളയുന്നത് പുള്ളിക്ക് പ്രാണസങ്കട. അല്ല പിന്നെ ഞാൻ എന്നെ ചെയ്യണേ? എലിയെ ഓടിപ്പോയി പിടിക്കാൻ ഞാൻ വല്ല പൂച്ചയോ പറ്റിയാണോ? അത് ഞാൻ ഇന്നലെ വെറോണിക്കയോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചായിരുന്നു. അവൾ പറഞ്ഞു അവൾക്കറിയാവുന്ന ഒരു എക്സ്റ്റർമിനേറ്റർ ഉണ്ടെന്ന്, ഈ എലിയും ടെർമൈറ്റിനെയും ഒക്കെ പിടിക്കുന്ന ആളെ. നമുക്ക് അയാളെ ഒന്ന് വിളിച്ചാലോ? അയാൾക്കാണ് എലിയെ പിടിച്ചാൽ മാത്രം കാശ് കൊടുത്താലും മതി. സാമാന്യം വലിയൊരു എലിയെ പിടിക്കണതിന് ഒരു $5 വെച്ച് കൊടുത്താൽ മതിയോ? ഒരേ പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടി. ഇവരെന്തിനാ ഏറ്റുമുട്ടാൻ പോയേ? ഇവർക്ക് ഇരുന്ന് മുട്ടിയാൽ പോരായിരുന്നോ? ചേട്ടാ ഒരു വെളുമ്പം വരുന്നുണ്ടല്ലേ? Hi, my name is Jack Rattenberg. Hi, I'm George Dekumudil. How can I help you? Yes, I hear you have a crisis. Oh, you came for insurance? No, I came for the rat problem. Miss Rincey George called, said that you had the rat problem. Oh, you are a rat catcher. I thought you came for insurance. Okay, come sit. Vent over there, over there, over there. Fireplace over there. Two in the bedroom, the kitchen. ചേട്ടാ ഈ പുള്ളിക്കാരൻ്റെ വരവ് കണ്ടപ്പോൾ ഞാൻ അത് വലിയ ഓഫീസർ വല്ലതായിരിക്കുന്നു. ഈ എലീനെ പിടിക്കാനാണ് ഈ ടൈം സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ, ഇവിടെ എലിപിടുത്തക്കാര് സൂട്ടൊക്കെ ഇട്ടിട്ടാണ്. Hey, you! This is not funny. This is very serious. Did you know that 75 million people die because of rat plague? I had a client who got bit by a rat who was in the hospital for 2 months. Not funny, right? Good. Now, who has seen the monster? I mean the rat. Oh, rat? He's seen one time. Oh, this is not a real small rat. This is a pig rat. A pig and a rat? No, not 2 word, 1 word. Pig rat.
No, 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 no. You continue. Now, I need a really good description because I'm going to base my technique on the details. So give me the details. Oh, you want detail? I think I am sitting here last week. I think it's Monday. No, Tuesday. I am wearing red shirt and blue pants. No, no. I don't need a details of you. I need details of the rat. Oh, the rat. ഈ rat എന്തോ ഇട്ടെ? Let me make this easy for you. Was it brown or was it black? It's brown. Good. Is it small or is it big? Brown, small, Rattus norvegicus, just as I suspected. I can smell it. He's been here. Who? The rat. Oh. I can smell he's been here. And he's been on the apples too. Now, gentlemen, this is no ordinary rat. So I brought out something very special. I brought out the art. The advanced rat trapping technology. Now, this has taken me over 15 years to create, and it's something very, very special. And if you have a rat, this will catch it. Switch goes on, green light goes on. Green light, no rat. That noise is the rat's mating call. Don't worry about it. Rat comes in, goes in, red light goes on, you have a rat. That red light goes on, you call me. If I didn't reach you, can I തല്ലിക്കൊല്ല്? ഓ നിന്റെ കുറുപ്പനായിട്ട് ഒരു പാർട്ടി. അമേരിക്ക വന്നിട്ട് ഇത്രയും കൊല്ലമായിട്ട് ഇത്രയും നാണം കെട്ടൊരു പാർട്ടിക്ക് ഞാൻ ഇതുവരെയും പോയിട്ടില്ല. വെറുതെ $50 പോയി. ഒരു തുള്ളി കള്ളുണ്ടായിരുന്നുടി അവിടെ. ആട്ടെ നേർച്ചപ്പെട്ടി പോലെ ഒരു സാധനത്തെ ലിവിംഗ് റൂമിൻ്റെ നടുക്ക് കൊണ്ട് വെച്ചേക്കണു എലിയെ പിടിക്കാൻ. എലി പോയിട്ട് എലിയുടെ ഒരു പൂട അതിനകത്ത് കയറിയില്ല. എൻ്റെ അച്ചായോ അതിന് നമുക്ക് കാശിൻ്റെ നഷ്ടമൊന്നും ഇല്ലല്ലോ. എലിയെ പിടിച്ചാൽ മാത്രം കാശ് കൊടുത്താൽ പോരെ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, എലി പെൻഷൻ പറ്റി ചാകണയുടെ വരെ ഇത് ഇവിടെ തന്നെ വെച്ചേക്കാം. ഞാൻ ഇപ്പം തന്നെ അവനെ വിളിക്കാൻ പോവാ എടുത്തോണ്ട് പോവാൻ. സൂട്ടും കോട്ടും ഇട്ട് ഓരോരുത്തർ ഇറങ്ങിയേക്കും എലി പിടുത്തക്കാർ. എന്നാ പറ്റിയടാ? ആ നിന്റെ കൈയല്ലേ ഞാൻ ഇടയ്ക്ക് പോയുള്ളൂ. അതിന് മാത്രം പോവാനുണ്ടോ? ശകല ഐസ് എടുത്ത് വരട്ടെ. ആ അവൻ ഇവിടെ കൊണ്ടുവച്ചോ. ആ ജായ്ക്കിനോട് ഞാൻ ഇത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞതാ. നേരം അവൻ എല്ലായിടത്തും കൊണ്ട് വെച്ചേക്കുക. എന്ത് ചെയ്യാനാ? ചക്കി മോളെ, മത്താ കുഞ്ഞെ, റിൻസി, ഓടുവാ. What happened? We got the rat. Really? വാ. ഡാഡി ഈ എലി എന്തിനാ കുരയ്ക്കുന്നത്? അതെ നമ്മൾ അവനെ പിടിച്ചത് ചിലപ്പോ അതിനെ ഇഷ്ടപ്പെട്ട് കാണിയല്ല. അതാ. ജോർജ്, ലവ്ലിയെ കണ്ടിരുന്നോ? ലവ്ലിയോ? എൻ്റെ പട്ടിക്കുട്ടി 2 ദിവസമായി അവളെ മിസ്സിങ്ങാ. വീട്ടിൽ കുട്ടികളാണ് ആകെ ബഹളം.